പശ്ചിമേഷ്യയിൽ നിന്ന് അതീവ ഗുരുതരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. ലോകം ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകുന്ന കനത്ത തിരിച്ചടികളും മേഖലയിലെ സൈനിക നീക്കങ്ങളും നോക്കാം. ഓപ്പറേഷൻ ലയൺസ് റോഡ് യുദ്ധത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ ശക്തമായ ബോംബ് ആക്രമണമാണ് തുടങ്ങിയത്. ഓപ്പറേഷൻ ലയൺസ് റോഡ് എന്ന ഇസ്രയേൽ ഇതിനെ വിളിക്കുമ്പോൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് അമേരിക്കൻ സൈന്യം ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ മിസൈലുകൾ പതിഞ്ഞു കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഫോർഡോ, നഡാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ ശേഖരങ്ങൾ തകർക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ അളവിലേക്ക് ഉയർത്തി എന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ അതിശക്തമായ നീക്കവും യുദ്ധവും. ഇറാന്റെ തിരിച്ചടി നോക്കിയാൽ 500-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് ഇറാൻ അപ്രതീക്ഷിതവും കനത്തതുമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വിവിധ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ 560ഓളം US സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അമേരിക്കയോ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കുവൈറ്റിലെ അൽ സലീം നാവികത്താവളം പൂർണ്ണമായും തകർക്കപ്പെട്ടതായും ബഹ്റൈനിലെ സൽമാൻ പോർട്ടിന് സമീപമുള്ള US താവളത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. USS എബ്രഹാം ലിങ്കന് എന്ത് സംഭവിച്ചു? അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. 4 ക്രൂയിസ് മിസൈലുകൾ കപ്പലിൽ പതിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതേ തുടർന്ന് കപ്പൽ പേർഷ്യൻ കടലിൽ നിന്ന് പിൻവാങ്ങി ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വലിയ തിരിച്ചടിയാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ പേർഷ്യൻ ഗൾഫിൽ 3 ബ്രിട്ടീഷ് US എണ്ണക്കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതോടെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സങ്കീർണമായിരിക്കുകയാണ്. സൗദിയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ആശങ്കകൾ നോക്കിയാൽ ഈ യുദ്ധത്തിൽ തങ്ങൾ ബലിയാടാകുമോ എന്ന ഭീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തിരിച്ചുവിട്ടതായി സൗദി അറേബ്യയിലെ ചില ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുമുണ്ട്. അറബ് സഖ്യകക്ഷികളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് മേഖലയിലെ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയാണ്. അബുദാബി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ US താവളങ്ങൾക്കും എംബസികൾക്കും നേരെയുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ കനത്ത ജാഗ്രതയിലുമാണ്. ഭരണകൂട മാറ്റം ലക്ഷ്യം വെച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അഥവാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തുവിട്ട വീഡിയോ സന്ദേശം യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റുകയാണ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സമയമായെന്നും ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ആണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. Last night, all over Iran, the voices of the Iranian people could be heard cheering and celebrating in the streets when his death was announced. The entire military command is gone as well. ഈ സംഘർഷത്തിന്റെ മൂല കാരണം ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ്.
ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുകയാണ്. നിലവിൽ ഇറാന്റെ പക്കൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഉണ്ടെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നത്. യുദ്ധം മുറുകുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% തടസ്സപ്പെടും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. പശ്ചിമേഷ്യയുടെ ആകാശം മിസൈലുകളുടെ പ്രഭയാൽ ചുവക്കുമ്പോൾ ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് നാം തിരിച്ചറിയണം. ഇറാന്റെ ആണവ മോഹങ്ങളെ തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിത്തിരിക്കുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനായി തിരിച്ചടിക്കാൻ ഇറാൻ സർവ്വസജ്ജമാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടാൽ ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകരുമെന്ന ഭീതി ഒരിടത്ത്, ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷാ ആശങ്കകൾ മറുവശത്ത്. ഒരു ഭരണകൂടത്തെ മാറ്റാനാണോ അതോ ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാനാണോ ഈ നീക്കമെന്ന ചോദ്യവും ബാക്കിയാകുകയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് ചരിത്രം ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോഴും സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരാനിരിക്കുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്നവയാകും.